DG Freshmatic Liquid Detergent ഒരൊറ്റ കപ്പിൽ അഴുക്കിനെ അലിയിച്ച് കളയുന്ന DG Your One Cup Magic. അതിഥി വന്നാൽ പിന്നെ എല്ലാം സ്പെഷ്യലാണ്. തിരഞ്ഞെടുക്കൂ അതിഥി മാർവൽ കേക്കുകളും റസ്കുകളും. അഖിൽ എന്നാർഡി എവിടെ 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 ഇന്റർവ്യൂ ട്രോമയാണ് അഖിൽ എന്നാർഡി. അല്ല ഇതിന്റെ ഇടയിൽ എന്തൊരു ചെറിയ കുട്ടി സ്കൂളിൽ പോയില്ലെന്നാ പുള്ളി എന്തെങ്കിലും പറയട്ടെ. എത്ര പേര് സിംഗിൾ ആണ്? അന്ന് മാത്രമേ സിംഗിൾ ആയിട്ടുള്ളൂ. ഈ ഇരിക്കുന്ന കുരുപ്പടക്കം കമ്മിറ്റഡ് ആണ്. ഇതുവരെ നമ്മൾ ആ ഒരു ഗെയിം കളിച്ചിട്ടില്ല. ഓക്കെ, ട്രൂത്ത് ഓർ ഡെയർ. എന്റെ ജീവിതത്തിൽ കണ്ടിട്ടേ ഇല്ല. അതെ, പുള്ളിക്കാരന്റെ കൊച്ചിനെ വിളിച്ചിട്ട് എന്തുവാ വേറെ എക്സ് ഉണ്ടായിരുന്നു, എക്സ് തിരിച്ചു വന്നു, ഇപ്പൊ എന്തോ ചെയ്യണം. സൂപ്പർ സൂപ്പർ. ഹലോ, എന്റെ മറ്റേ എക്സ് ഇല്ലയോ, അവള് തിരിച്ചു വന്നു. ഓക്കെ, ഞാന് ഇവിടെ പോലീസ് സ്റ്റേഷനിൽ വിളിക്കാണ് നൂറിനാട്. രാഹുലിനെ നമ്മള് ഡ്രിങ്ക് ആൻഡ് ഡ്രൈവിന് പിടിച്ചിട്ടുണ്ട്. ഞാൻ ആൾക്ക് കൊടുക്കണോ? അപ്പൊ ഇതിന് മുന്നേ ബ്രേക്കപ്പ് ഒക്കെ ഉണ്ടായിട്ടുണ്ടോ? അതേ ഉള്ളൂ. ഇത് കണ്ടിട്ടെങ്കിലും വരും എന്നുള്ള പ്രതീക്ഷയാണ് ഇപ്പൊ ഈ ഇന്റർവ്യൂ തന്നത്. കരയണോ? എനിക്ക് തോന്നേയില്ല. കണ്ണീരില്ല. സ്വന്തമായിട്ട് പെങ്ങളുണ്ട്, അല്ലാതെ ഒരു 10-20 ഓരോരുത്തർക്കും ഓരോ ടൈം. ഗേൾ ഫ്രണ്ട്സിന്റെ അടുത്ത ട്രസ്റ്റ് ഇല്ല. പ്രത്യേകിച്ച് പെണ്ണുങ്ങളെ നമുക്ക് അങ്ങനെ വിശ്വസിക്കാൻ പറ്റത്തില്ല. എന്നോടൊക്കെ ഇത് പറയണട്ടാ. ഞാൻ ആരാണ്? എന്നെ കണ്ട് നിനക്ക് എന്താ തോന്നണത്? ഞാനിപ്പോ എന്നാണ് നിങ്ങളടക്കം ഈ ശരാശരി നാട്ടിലെ ആമ്പിള്ളേർ ഇങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞാൽ അവരിവിടെ കൂട്ടത്തോടെ ഒരു വീട്ടിൽ. സോ എന്റെ കൂടെയുള്ള ഒരു 5 യുവ മിഥുനങ്ങൾ എന്നൊക്കെ പറയേണ്ടി വരും. നമ്മള് ഇന്ന് യൂട്യൂബിലായാലും ഇൻസ്റ്റഗ്രാമിലായാലും കണ്ടന്റുകൾ തന്ന് നമ്മളെല്ലാവരെയും ചിന്തിപ്പിക്കുന്നു, ചിരിപ്പിക്കുന്നു എന്നൊക്കെ എനിക്ക് പറയാൻ ആഗ്രഹമുണ്ട്. പക്ഷെ അടിപൊളിയാണ് ഇവരെ കണ്ടന്റ് എല്ലാം. ഹായ്, നിങ്ങളുടെ ഗാംഗിൽ ഒരാളുണ്ടല്ലോ, മെയിൻ ആള്, കൂട്ടത്തിലെ കൊമ്പൻ അഖിൽ എന്നാർഡി എവിടെ? കൂട്ടത്തിലെ കൊമ്പൻ എവിടെ? കൂട്ടത്തിലെ കൊമ്പൻ എവിടെ? അഖിൽ എന്നാർഡി എവിടെ എവിടെ എവിടെ? പുള്ളി കുറച്ച് തിരക്കില്ല. ആ വീട്ടില് അവിടെ ഇരിക്കുന്നുണ്ടാണ്. അല്ല, സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 3 ലക്ഷം ആയ സമയത്ത് 3 വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഇന്റർവ്യൂ എടുത്ത്, ഭയങ്കര ആഗ്രഹിച്ചൊക്കെ കൊടുത്ത ഇന്റർവ്യൂ, അടിപൊളി വൈബായിട്ടുള്ള ഇന്റർവ്യൂ ആയിരുന്നു. പക്ഷെ ഈ ഇന്റർവ്യൂ ടെലികാസ്റ്റ് ചെയ്തില്ല. ഭയങ്കര നിരാശയായി പോയി. കാര്യം ഞങ്ങൾ സ്റ്റാറ്റസ് ഒക്കെ ഇട്ട് ഇന്റർവ്യൂ വരുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഇട്ടില്ല. ഇപ്പൊ 3 മില്യൺ ഉണ്ട്. അന്ന് 3 ലക്ഷം ഉള്ള സമയത്താ, 3 വർഷത്തിന് മുമ്പ്. അപ്പം ഇട്ടില്ല. അപ്പൊ അത് ഭയങ്കര നിരാശയായിരുന്നു. പിന്നെ ഇന്റർവ്യൂ വന്നപ്പോഴൊന്നും കൊടുത്തില്ല. അതാണ് ഇതുവരെ ഇന്റർവ്യൂ കൊടുക്കാൻ. ഒരു ഇന്റർവ്യൂ ട്രോമയാണ് അഖിൽ എന്നാർഡി. എന്തെങ്കിലും കാരണം പറയണമല്ലോ. അങ്ങനെ മാരകമായ അസുഖം. ആ ഭാഗത്തൊക്കെ. അല്ല, ഇതിന്റെ ഇടയിൽ എന്തൊരു ചെറിയ കുട്ടി സ്കൂളിൽ പോയില്ലെന്നാ? പോയിട്ട് വന്നാ? പരീക്ഷ എക്സാം എഴുതി വന്ന SLC. സീരിയസ്ലി? ആ അല്ലേ? അപ്പൊ അതിന്റെ ഇടയിൽ കണ്ടന്റ് ചെയ്യണം, അങ്ങനെ എന്തൊക്കെ പരിപാടി ഉണ്ട് അല്ലേ? ഓക്കെ ഓക്കെ. അപ്പൊ ആദ്യം നിങ്ങൾ എല്ലാരും ഒന്ന് പരിചയപ്പെടുത്ത് നമ്മുടെ ആൾക്കാർക്ക്. പേര്, റോൾ നമ്പർ പറയണം, അഡ്രസ് എന്റെ വീട്ടുകാരടക്കം പറയണം. സിംഗിൾ ആണോ കമ്മിറ്റഡ് ആണോ അടക്കം പയ്യെ പറയാം. ചോദിക്കാൻ തന്നെത്താനെ വന്നോളൂ. ഓക്കെ. അപ്പൊ എന്റെ പേര് രാഹുൽ കൃഷ്ണൻ. അപ്പം NRD ടീം വന്നിട്ട് ഒരു 3 വർഷമായിട്ട്. അപ്പൊ ശരിക്കും ഈ NRD ടീമിലേക്ക് അങ്ങനെയല്ലേ നിങ്ങൾ വിളിക്കുന്നേ? എങ്ങനെയാ നിങ്ങൾ എല്ലാവരും വന്നത്? ഇത് സ്ഥലപ്പേരാ NRD എന്ന് പറയുന്നത്. NRD സ്ഥലത്തിന്റെ പേരാണ് നൂറനാട്. PC-യിലൊക്കെ ഉള്ള നൂറനാട്. PC ഒക്കെ എഴുതാൻ എന്റെ അടുത്ത് കുറച്ച് ചോദ്യങ്ങളൊക്കെ വരും. എന്താ ചോദ്യം? പക്ഷി ഗ്രാമം, പക്ഷികളുടെ ഗ്രാമം. അത് നൂറനാട്. പിന്നെ കേരളത്തിലെ ഏറ്റവും വലിയ ഒരു ആശുപത്രി ഉണ്ട്, കുഷ്ഠരോഗാശുപത്രി. കുഷ്ഠരോഗം ഇല്ല, കുഷ്ഠരോഗം. അത് ഇവിടെയാണ്. പിന്നെ ഒരു പട്ടാള ക്യാമ്പ് ഉണ്ട്, ITVP. പിന്നെ NRD ഇവിടെയാണ്. ഞങ്ങളോടുള്ള അതേ പറഞ്ഞ. അപ്പൊ NRD ടീമില് നിങ്ങൾ എങ്ങനെയാ ജോയിൻ ആയത്? ഞാൻ വന്നത് വെച്ചാൽ ഞങ്ങള് സ്വന്തമായിട്ട് വീഡിയോ ചെയ്തോണ്ടിരിക്കായിരുന്നു. അപ്പൊ ഞാനും എന്റെ കൂട്ടുകാരനും, അവൻ നാട് വിട്ടു പോയി, ഗൾഫിൽ പോയി രക്ഷപ്പെട്ട് കുട്ടത്തി ജോലി ചെയ്ത് പോയി. പിന്നെ ഞാൻ ഒറ്റയ്ക്ക് കിടന്ന് ചെയ്തപ്പം
എന്റെ വേറെ കൂട്ടത്തിൽ വന്ന് വിട്ട് ഇങ്ങനെ വിളിക്കുന്ന ആദ്യം ആദ്യം ആരപ്പോ NRD ടീമിൽ ജോയിൻ ചെയ്തത്? ആദ്യമേ Experience ഞാൻ പറയാം. കൂടുതൽ. ആദ്യമേ നമ്മൾ ടിക്ടോക്കിലാണ് തുടങ്ങുന്നത്. ടിക്ടോക്കിൽ ഞാൻ വീഡിയോ ചെയ്യുന്നുണ്ടായിരുന്നു ഒറ്റയ്ക്ക്, ഈ ലിപ്സിംഗ് വീഡിയോ. പിന്നെ അതിങ്ങനെ കയറിയപ്പോ അവന് കുറച്ച് താല്പര്യം തോന്നി, അവനും ചെയ്തു. അപ്പൊ അവൻ ഒന്ന് വെറൈറ്റി പിടിച്ചിട്ട് ഓൺ വോയിസ് ചെയ്തു തുടങ്ങി. ആദ്യം ചെയ്യുന്ന അവനും ആദ്യം അഖിലാണ് ചെയ്യുന്നത്. ഓൺ വോയിസ്. ഓൺ വോയിസ് ചെയ്ത് തുടങ്ങിയപ്പോ ഇവനെ വീഡിയോ എടുക്കാൻ വിളിച്ചു തുടങ്ങി. പിന്നെ അവൻ പതുക്കെ മുഖം കാണിച്ച് അങ്ങനെ ഞാൻ പിന്നെ അതിനകത്തോട്ട് മാറി ടിക്ടോക്കിൽ. അപ്പുറത്തേക്ക് ടിക്ടോക്കിൽ ഒരു 250K ആയപ്പോഴത്തേക്ക് അപ്പുറത്തേക്ക് അവൻ നേവിയിലോട്ടും പോയി, ഇവൻ പഠിക്കാനും പോയി. അഖില് നേവി. അങ്ങനെ കൊറോണ സമയത്ത് ഞങ്ങളുടെ ജോലിയെല്ലാം പോയി. ഞാൻ എയർപോർട്ടിൽ വർക്ക് ചെയ്യുന്ന ആ ടൈമിൽ, അവൻ നേവിയിലും. അങ്ങനെ വന്നിരുന്ന ടൈമിൽ ചെയ്തു തുടങ്ങി വീണ്ടും. അങ്ങനെ ഒരു 250K ആയപ്പോഴത്തേക്ക് ഒരു പ്രോഗ്രാമിന് വിളിച്ചു, ഒരു അവാർഡ് ഫംഗ്ഷൻ. യൂട്യൂബർമാർക്ക് അവാർഡ് കൊടുക്കുന്ന പരിപാടിയായിരുന്നു. അപ്പൊ നമുക്ക് ഇൻസ്റ്റാഗ്രാം മാത്രമേ ഉള്ളൂ. നമ്മളെ അവിടെ വിളിച്ചു, ഗസ്റ്റ് ആയിട്ട് വിളിച്ച. പക്ഷെ നമുക്ക് അവാർഡും കാര്യങ്ങളൊന്നും കിട്ടിയില്ല. അപ്പം അന്ന് ഇൻസ്റ്റാഗ്രാമുകൾക്ക് ഒരു വിലയില്ലാതായി പോയി. അന്ന് ഒരു തീരുമാനം എടുത്ത് യൂട്യൂബ് തുടങ്ങാന്ന്. അന്ന് അവിടെ വെച്ച് തന്നെ അക്കൗണ്ട് തുടങ്ങി. അന്ന് ഇൻസ്റ്റഗ്രാമിലേക്കാളും യൂട്യൂബേഴ്സിന് വില കൂടുതലാണ്. പിന്നെ എങ്ങനെയാണത്? അത് കഴിഞ്ഞിട്ട് അത് പറയാം, അങ്ങോട്ട് പറയട്ടെ. അപ്പം ആ പ്രോഗ്രാമിൽ പോയി തിരിച്ചു വന്നപ്പോഴത്തേക്ക് നമ്മൾ അക്കൗണ്ട് തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമ്മൾ ഇൻസ്റ്റയിലിട്ട വീഡിയോ യൂട്യൂബിലിട്ട് അത്യാവശ്യം പെട്ടെന്ന് കയറി. എന്നിട്ട് അടുത്ത വർഷം ഇൻസ്റ്റാഗ്രാമുകാർക്കായിരുന്നു, യൂട്യൂബർമാർക്ക് എന്ന അവാർഡ് ഇല്ലായിരുന്നു. പക്ഷെ വേറെ കാര്യമുണ്ട്, അന്ന് നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഏകദേശം 1 മില്യൺ അടിച്ച് ആ അവാർഡൊക്കെ നമുക്കായിരുന്നു കിട്ടിയത്, ബെസ്റ്റ് കണ്ടന്റ് ക്രിയേറ്റർ എന്നുള്ളത്. ഓ മൈ ഗോഡ്, എന്താ പറയാ, അന്ന് നമ്മളെ മൈൻഡ് ചെയ്യാത്തവർ അത് അവിടെ കയറി അഖില സ്റ്റേജിൽ കയറി പറയുകയും ചെയ്ത്. അന്ന് ഞങ്ങളെ ഇങ്ങനെ ആക്ഷേപിച്ച് വിട്ടു. ഞങ്ങളെ ഗസ്റ്റ് ആക്കി വിളിച്ചിട്ട് നമ്മളിങ്ങനെ ആക്കി. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇന്ന് ഈ വട്ടം നിങ്ങൾ തന്നെ അവാർഡ് അവൻ കയറി പറഞ്ഞു. അതായത് ഈ അഖിലിന് മെയിൻ ആയിട്ട് എന്താ പറയാ, ഓവർ ആക്ട് ആണ്, മീൻ എന്തിനാ ഇങ്ങനെ ഓവറായിട്ട് അഭിനയിക്കുന്നേ എന്നൊക്കെ കുറെ കമന്റ്സ് വരാറുണ്ട്. നിങ്ങൾക്കും അതുപോലെ തോന്നിയിട്ടുണ്ടോ? ഓരോരുത്തർക്കും ഓരോ സ്റ്റൈലുണ്ട്. അത് കണ്ടിട്ടാണല്ലോ എത്രയും പേര് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അതിനകത്ത് റീസൺ കാണുമല്ലോ. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡാൻസിന്റെ അടുത്തൊരു ഏറ്റവും നല്ല ബിരിയാണി കൊണ്ട് വെച്ചിട്ട് കാര്യമില്ലല്ലോ. മീൻസ് ഞാൻ ഉദ്ദേശിച്ചത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് ഇഷ്ടപ്പെടുന്നത് പിള്ളേർ സെറ്റാ, ഇത് വലിയവർക്ക് ഇഷ്ടപ്പെടണമെന്നില്ല. ഇവർക്ക് അത് ഓവർ ആക്ടിംഗ് ആയിട്ട് തോന്നും. പക്ഷെ അത് അത്രയും നല്ലതായത് കൊണ്ടായിരിക്കുമല്ലോ നിങ്ങൾ അതിൽ ഇന്റർവ്യൂവിന് ഞങ്ങളുടെ അടുത്തെങ്കിലും വന്നത്, ഇത്ര ആയത്. അപ്പം ഓരോരുത്തർക്കും ഓരോ സ്പെഷ്യാലിറ്റി ഉണ്ട്. അവർ അതിന്റെ ആദ്യം തൊട്ട് അതൊന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് പിന്നെ നമുക്ക് അത് മാറ്റാനും പറ്റത്തില്ല, ബ്രേക്ക് ചെയ്യാനും പറ്റത്തില്ല. അവര് പറയും പണ്ടത്തെ പോലെ കൊള്ളത്തില്ല, ഇതെന്തോ ഇങ്ങനെയാണ്. അതെ, നമുക്ക് ആ ഒരു നമ്മളുടെ ഒരു സ്റ്റൈല് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഓഡിയൻസ് നമ്മൾ സത്യം വീഡിയോ ചെയ്യുന്നത് പിള്ളേർക്ക് വേണ്ടിട്ട് മാത്രമാണ്. നിങ്ങളുടെ ഗാഗിനെ പറ്റിയിട്ട് ചോദിക്കാം. സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്. നേരത്തെ ഒരാളാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങിയത്. അപ്പൊ നിങ്ങളുടെ പേരൊക്കെ ഒന്ന് പറഞ്ഞേക്ക്, ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാൻ വേണ്ടിട്ട്. എന്റെ പേര് അഖിൽ പ്രസാദ്. എന്റെ പേര് അക്ഷയ്. എന്റെ പേര് അരുൺ. എന്റെ പേര് ഷിയാസ്. ഓക്കെ, എത്ര പേര് സിംഗിൾ ആണ്? അണ്ണ മാത്രമേ സിംഗിൾ ആയിട്ടുള്ളൂ. ഞാനാ ഈ ഇരിക്കുന്ന കുരുപ്പടക്കം കമ്മിറ്റഡ് ആണ്. കുറ്റം പറയാൻ പറ്റില്ല. അപ്ഡേറ്റഡ് ആയല്ലോ. വിഷമമുണ്ടോ? വിഷമം ഇപ്പൊ 1 വട്ടമുള്ള വീഡിയോ. വിഷമമില്ല, രാവിലെ തൊട്ട് രാത്രി ഒരു പണി ഉണ്ടായതുകൊണ്ട് അറിയാൻ പറ്റത്തില്ല, വിചാരി കിടന്ന് ഉറങ്ങിയാൽ മതിയായിരുന്നു. അപ്പൊ ഇച്ചിരി വിഷമൊക്കെ തോന്നുന്നു. അല്ലേ? അതുകൊണ്ട് മറ്റേ അരികയും ബമ്പിളിയൊക്കെ എടുത്തിട്ടുണ്ട്. ഒരു കാര്യം, പൈസ വന്ന് മാത്രമേ വെച്ചുള്ളൂ. ആര് ഡേറ്റ് ഗ്യാപ്പ് ഒക്കെ എടുത്താ? പൈസ അല്ല, അതുകൊണ്ട് ഗുണമുണ്ട്. പിന്നെ നമുക്ക് അത് വെച്ചോണ്ട് കണ്ടന്റ് ചെയ്യാൻ പറ്റും. ഇപ്പൊ മാട്രിമോണി എടുത്ത് വർക്ക് ആവായില്ല, പൈസ 2000 പോയി. പക്ഷെ ഒരു അടുത്ത വീഡിയോ എടുക്കാൻ അങ്ങനെ ഗുണമുണ്ട്. മാട്രിമോണിയിലെ പ്രൊഫൈല് കണ്ടിട്ട് ആ പേര് വെച്ചിട്ട് ഇൻസ്റ്റാഗ്രാമിൽ കയറി സെർച്ച് ചെയ്യും. എന്നിട്ട് അതാവുമ്പോ പ്രീമിയം എടുക്കണ്ട. പക്ഷെ അത് ഞാനല്ല ചെയ്തത്, ഞാൻ പൈസ കൊടുത്തോ. മറ്റേ 4000 രൂപ അടക്കണം. 4000 അടക്കണ്ട. ഇതാ പേര് ജസ്റ്റ് നോക്കിട്ട് ഇൻസ്റ്റ നോക്കി കഴിഞ്ഞ് സെർച്ച് ചെയ്താൽ കിട്ടും. അപ്പൊ നമുക്ക് സിംഗിൾ ആണ്. നൈസായിട്ട് ചാറ്റ് ചെയ്ത് നോക്കും. ഹായ് പിന്നെ പഴയ ഞാൻ സിംഗിളാ, അങ്ങനെ അയച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് എന്തെങ്കിലും കമ്മിറ്റ് ആവത്തില്ലായിരുന്നു. അതെ അതെ. അപ്പൊ അയച്ചവരാണ്. അപ്പൊ ഇത് ആരാ ചെയ്തത് മനസ്സിലായിരുന്നു. ഓക്കെ, എന്ത് പറയുന്നു? അല്ല, ആളെന്ത് പറയുന്നു? സുഖമായിട്ടിരിക്കുന്നു, ഒരു കുഴപ്പമില്ലാതെ പോകുന്നു. ഇത് കണ്ടതിന് ശേഷം പല എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഞാനല്ല കുറ്റക്കാരൻ. അല്ല, ഇത് വീട്ടിലൊക്കെ അറിയോ? എന്റെ വീട്ടിലറിയോ? അറിയാം. കുട്ടിയുടെ വീട്ടിലറിയില്ല. ആ കുട്ടിയുടെ പേരെന്താണ്? ഇപ്പം പറയാൻ പറ്റില്ല. അല്ല, അറിയാണ്ടെങ്കിൽ പറഞ്ഞു തീർന്നില്ലേ? അപ്പൊ ഇതിനു മുന്നേ ബ്രേക്കപ്പ് ഒക്കെ ഉണ്ടായിട്ടുണ്ടോ? അതേ ഉള്ളു. അങ്ങനെ ചോദിക്കല്ലേ. എത്ര ബ്രേക്കപ്സ് ഉണ്ടായിട്ടുണ്ട്? മെയിനായിട്ട് ഒന്നേ ഉള്ള, ബാക്കിയൊക്കെ സൈഡായിരുന്നു. വിഷമൊന്നും പോയി പോയി. അതിന് ഇച്ചിരി
കരങ്ങിയത്. അവന്റെ വീട്ടിൽ പോയി പട്ടിയെ പോലെ പോയി. പോട്ടെ, നമുക്ക് നാളെ തൊട്ട് വീഡിയോ എടുക്കണം, പൊളിക്കണം, അവളെ കാണിച്ചു കൊടുക്കണം. എന്നിട്ട് പിറ്റേ ദിവസം വന്നിട്ട് എടാ നിനക്ക് എങ്ങനെ പറയാൻ തോന്നി തകർന്നിരിക്കുന്നത് എന്നോട് ഇങ്ങനെ അഭിനയിക്കുന്നത്. തലേദിവസം വന്നിട്ട് ഭയങ്കര പറഞ്ഞാ ഞാൻ ഇവിടെ എന്റെ എല്ലാം സെറ്റ് ചെയ്ത് പിറ്റേ ദിവസം വന്നാ പറയുക പറ്റത്തില്ല. അത് കെട്ടിപ്പിടിച്ച് ആസ്വദിക്കാൻ ചെന്നാ അവരത് ചെയ്തു പോലും ഇല്ല. അതല്ല, ഞാൻ ചോദിക്കട്ടെ, ഈ ബ്രേക്കപ്സ് എന്ന് പറയുമ്പോൾ ആൺപിള്ളേർക്കാണോ പെൺപിള്ളേർക്കാണോ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുക? ആൺപിള്ളേരായിരിക്കും. ആണോ? അതെന്താ? പെൺപിള്ളേർ പെട്ടെന്ന് മറക്കും. പെട്ടെന്ന് മറക്കും. കാരണം പെട്ടെന്ന് തന്നെ കല്യാണം ഉറപ്പിച്ചു, അതുകൊണ്ടാ. ആ കൊച്ചിന്റെ പെട്ടെന്ന് കല്യാണം ഉറപ്പിച്ചു. ആൺപിള്ളേര് പാവങ്ങളാന്നല്ലേ പറയണേ? എന്റെ ചോദ്യം ഞാൻ പറയാം, എല്ലാവർക്കും കാണുമല്ലോ. അല്ല അങ്ങനെ പൊതുവെ അങ്ങനെ വലുതായിട്ടും വെളിയിൽ കാണിക്കത്തില്ല. പെണ്ണുങ്ങൾ കുറച്ചു നാളത്തേക്ക് പെട്ടെന്ന് വെളിയിൽ കാണിക്കും, പെട്ടെന്ന് തന്നെ മറക്കും. നമ്മുടെ കല്യാണം കഴിഞ്ഞാൽ അവിടെ ഉടക്കാവുമ്പോ പിന്നെ വിഷമിക്കും, പിന്നെ വീണ്ടും മെസ്സേജ് അയക്കും, വീണ്ടും മെസ്സേജ് ചെയ്യും. എനിക്ക് അങ്ങനൊന്നും വന്നിട്ടൊന്നുമില്ല കേട്ടോ. ഇത് കണ്ടിട്ടെങ്കിലും വരും എന്നുള്ള പ്രതീക്ഷയാണ് ഇപ്പൊ ഈ ഇന്റർവ്യൂ തന്നത്. ശരിയാണല്ലോടാ. ഓക്കെ, അതല്ല, ഈ എന്ത് കാരണങ്ങൾ കൊണ്ടൊക്കെ ആയിരിക്കാം പെൺപിള്ളേര് ബ്രേക്കപ്പ് പറയുന്നവർ? ഇപ്പൊ അവര് നോക്കുമ്പോ ഇപ്പൊ നമ്മുടെ ഒരു പയ്യനുണ്ട്, അപ്പൊ നമുക്ക് നല്ല ആലോചന വന്ന് പിന്നെ കാണാൻ കൊള്ളാം. ഇൻ കേസിൽ കൊള്ളത്തില്ലാത്ത ഒരാളെ വന്നെങ്കിൽ നമ്മളെ ചൂസ് ചെയ്യാം. മനസ്സിലായോ? കൊള്ളത്തില്ലാത്ത ആള് വന്ന അവരുദ്ദേശിക്കുന്ന രീതിയിലുള്ള ആളല്ല വന്നത്. അപ്പൊ നമ്മളെ ചൂസ് ചെയ്യും. അപ്പൊ നോക്കുമ്പോ നല്ലത് വന്നു കഴിഞ്ഞാൽ അത് ചൂസ് ചെയ്യാം, ഇല്ലെങ്കിൽ എന്ത് ചെയ്യാം? എല്ലാരും അങ്ങനെ അല്ല, ചിലരൊക്കെ ചിലരൊക്കെ അല്ല, നമ്മുടെ അനുഭവം വെച്ചാണ് അനുഭവം പറയുന്നത്. വെച്ചിട്ടാണ് പറയുന്നത്. അത് common എല്ലാരും ആയി- വെച്ചിട്ടില്ല, common ആയിട്ട് അവര് പറഞ്ഞതാ. കാണുമ്പോ എല്ലാരും തെറ്റിദ്ധരിക്കും. നമ്മുടെ അനുഭവം വെച്ചിട്ട് ഇല്ല, പറയാം. ഇപ്പൊ ആ കുട്ടിയുണ്ട്, ഒരു കുട്ടി ജീവിതത്തിൽ നല്ല കുട്ടി വന്നില്ലേ? ഒന്നും അങ്ങോട്ട് പെർമനന്റ് ആവുന്നില്ല. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ വീട്ടുകാര് കിടന്നു പോന്ന. ഇത് പെർമനന്റ് ആണ്. കാരണം ഒന്നാമത്തെ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോ ഞങ്ങൾക്ക് നല്ലതാ, പുറമെ നോക്കുമ്പോ ഞങ്ങൾക്ക് പാഷനായിട്ട് കൊണ്ടു നടക്കാം. പക്ഷെ അവർക്ക് നോക്കുമ്പോ ഇതിനെ കുറിച്ച് ഒന്നും അറിയത്തില്ല. അപ്പൊ ഈ യൂട്യൂബ് എന്ന് പറയുന്ന സംഭവം നാട്ടുകാര് ചുമ്മാ ഞങ്ങൾ ടൈം പാസിന് ചെയ്യുന്നു, അങ്ങനെ ജോലിയില്ല. പിന്നെ എല്ലാവരും സർക്കാർ ജോലി അത് അതാണ് ഞങ്ങൾ ഏറ്റവും കൂടുതൽ കളിയാക്കി. എല്ലാവർക്കും അതാണല്ലേ ഏറ്റവും കൂടുതൽ ജോലി അത് ഇതൊക്കെ നോക്കി കഴിയുമ്പോ അവന് എന്തോ ജോലി ഒന്നുമില്ല. അവർക്ക് മനസ്സിലാകത്തില്ല, അവര് പറയുന്ന കാര്യമുണ്ട്. കാരണം ഇത് പെർമനന്റ് അല്ല, കുറച്ചുകൾ കഴിയുമ്പോ ഇതങ്ങ് കഴിയും. കുറച്ചു നാളത്തെ ഉള്ള ഒരു ഇതേ ഉള്ളൂ. അല്ലെ യൂട്യൂബ് ഇപ്പൊ നമുക്ക് യൂട്യൂബ് ഉള്ളിടത്തോളം കാലം നമുക്ക് കണ്ടന്റ് ഇടുക. ഓരോരുത്തർക്കും ഓരോ ടൈം ഉണ്ടല്ലോ, ആ ടൈമിലേ കയറത്തുള്ളൂ. പിന്നെ നെക്സ്റ്റ് ലെവലിലോട്ട് മുമ്പോട്ട് കഴിഞ്ഞാലും നമ്മളെല്ലാത്തിനും ഒരു ബാക്കപ്പ് വെക്കാന്നുള്ളതാണ്. അപ്പൊ ഞാൻ ചോദിച്ചതിന് ഉത്തരം പറയാം, എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ബ്രേക്കപ്സ്? ജോലിയുടെ, പിന്നെ നമ്മൾ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചു തുടങ്ങുമ്പോ നമ്മൾ ആത്മാർത്ഥത കൂടി പോകും. ഉള്ള ഡീറ്റെയിൽസ് എല്ലാം അങ്ങ് പറയൂ, അതെല്ലാം കേട്ട് കേട്ട് നമ്മളെ അങ്ങ് പഠിക്കും മാക്സിമം. പിന്നെ അവർക്ക് മനസ്സിലാവുമല്ലോ ഇത് ഇത്രേ ഉള്ള ആള് എന്ന് മനസ്സിലാവുമല്ലോ. കരയണോ? കരയാൻ എനിക്ക് തോത്തേയില്ല. കരഞ്ഞാലും കണ്ണീരില്ല. ഓക്കെ, അതുകൊണ്ടാണ് ബ്രേക്കപ്സ് വരുന്നത് അല്ലെ? ബ്രേക്കപ്സ് അല്ല, അവരുടെ വീട്ടിൽ ഇതുവരെ പറഞ്ഞ സമയത്ത് ഞാൻ എന്റെ വീട്ടിൽ പറയും, അതിന് മുമ്പേ ഞാൻ പറഞ്ഞു സെറ്റായി. ഇവിടെ വലിയൊരു അറിവുള്ള ആളോട് ചോദിക്കട്ടെ, ബ്രേക്കപ്പിന്റെ ബ്രേക്കപ്പിന്റെ കാര്യം. നമ്മളെ കാണാൻ കൊള്ളാവുന്നവര് വന്നു കഴിഞ്ഞാ എന്തായാലും പെട്ടികളെ അടുത്ത് പോകും. അത്ര അല്ല, അതല്ല, അവര് ലൈഫിൽ എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടോ? ഇത് ഫസ്റ്റ് റിലേഷൻഷിപ്പ് ആണ് ഇപ്പത്തെ കൊച്ച്. നീയും ഒരു കൊച്ചും വേറെ കൊച്ചും നിങ്ങൾ വടക്കുണ്ടായില്ലയോ? അത് പറയടാ, അതൊന്നും ഇല്ല. ഇത്രയൊക്കെ പറഞ്ഞല്ലേ പറ. ഒരു കൊച്ചോട്ട് കൊടുക്കണ്ടായിട്ടില്ല, ചുമ്മാ തിരുമുണ്ടാക്കുക. ഇവന് വേണ്ടി കൊച്ചുങ്ങൾ തല്ലുണ്ടാക്കുന്നു എന്നാണ് പറയണത്. ഫാൻസ് ഒക്കെ ഉണ്ടാവും. വില പോയി, ചെന്നപ്പോ ഉണ്ടായിരുന്നു. ആണോ? ഇല്ല, അത് കണ്ട് ഇങ്ങനെ കാണാൻ- കണ്ട് പിള്ളേരിതാവും. ആണോ? നേരത്തെ ഇതിപ്പോ കാണാത്തവര് കാണുമ്പോ ഇങ്ങനെ വരും അടുത്ത്. പക്ഷെ ഈ കണ്ട് മടുത്ത് എനിക്ക് വരത്തില്ല. ഇതിലെ ഏറ്റവും കൂടുതൽ ജീവിതാനുഭവം ഉള്ള ആളാരാണ്? അതായത് വയസ്സ് കൂടുതൽ. ഒരുപാട് കണ്ടിട്ടുണ്ടായിരുന്നു. ആണല്ലേ? എട്ടിന്റെ പണി കിട്ടി കഴിയുമ്പോ 16ന്റെ പണി പേടിച്ചിട്ട് പിന്നെ പഠിക്കാൻ കിടക്കും. കല്യാണം അഡിക്റ്റാ എന്ന് വെച്ച് കഴിഞ്ഞാല് എല്ലാ കല്യാണങ്ങൾക്കും പോകും. കല്യാണം ഇപ്പൊ നമ്മള് വർക്കുള്ളൊക്കെ പരസ്യം കാണും. അപ്പം ഇപ്പൊ അന്ന് വന്നില്ലെങ്കിൽ നഷ്ടമാണല്ലോ, അതെല്ലാം കളഞ്ഞിട്ട് പോകും. എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. കഴിഞ്ഞ ദിവസം ഗോവ ട്രിപ്പ് ഉണ്ടായിരുന്നു, ഗോവയ്ക്ക് പോകാൻ വേണ്ടിയാണ്. നിങ്ങള് അല്ലെ? ഒരു സ്പോൺസർ വരത്തില്ല, എനിക്ക് കല്യാണം ഉണ്ടെങ്കിൽ കൂട്ടുകാരന്റെ പ്രശ്നമൊക്കെ ആക്കി വൺ സീനാക്കി ഞങ്ങള് ക്യാൻസൽ ആക്കി, പരിപാടി ക്യാൻസലായി. ഇന്നലെയാ വന്നത്, കണ്ണൂരാ പോയത് കല്യാണത്തിന് പോയിട്ട് വന്നു. പക്ഷേ കൂട്ടുകാരുടെ കല്യാണം ഉണ്ടായിരുന്നു. അപ്പൊ പറഞ്ഞു ഏത് കൂട്ടുകാരൻ? ഞാൻ നിന്റെ കൂട്ടുകാരനില്ല, എന്റെ കൂട്ടുകാരന്റെ കല്യാണം. എന്റെ കൂട്ടൻ എന്റെ കൂട്ടാനാണല്ലോ. ഇതെന്ത് കല്യാണം വെഡിക്റ്റോ? അഡിക്റ്റ് അല്ല, ഇവൻ പോകത്തില്ല, ഒരു കല്യാണത്തിനും പോകത്തില്ല. പിന്നെ സ്വന്തം കൂട്ടുകാരുടെ കല്യാണത്തിന് ഞാൻ ആദ്യമായിട്ട് ഒരാളെ കാണട്ടെ എല്ലാ ഞാൻ കല്യാണം അങ്ങനെ അടിക്കല്ലേ, എന്റെ കൂട്ടുകാരുടെ കല്യാണത്തിന് പോകും.
എന്നിട്ട് ഇവൻ കൂട്ടാന്റെ കല്യാണത്തിന് പോയപ്പോൾ കല്യാണത്തിന് വേണ്ടി ഗോവ ട്രിപ്പ് മാറ്റിവെച്ച ആളാണ് രാഹുല്. അത് കണ്ടെങ്കിലും ഒന്ന് ആഗ്രഹം തീർക്കാലോ അതിന് വേണ്ടിട്ടാ. അമ്മ മരിച്ചു എന്ന് പറയും. ഇപ്പൊ നമ്മളെന്ത് ചെയ്യുന്നത്? സാധാരണ അമ്മ മരിച്ചു എന്ന് പറയുമ്പോ എന്താ ചെയ്യുന്നത്? ഓടിപ്പോവും. ഇത് മുടിവെട്ടുകട ചെന്ന് 4 പേര് വരുന്നില്ല, മുടിവെട്ടുന്നു. പോടാ എണ്ണിച്ച് അതേ തുണിക്കട ചെന്ന് പുതിയ കഴിഞ്ഞ ആഴ്ച ഡ്രസ്സാ, പുതിയ ഡ്രസ്സ് 4 പേര് വരുന്നില്ലയോ? അതാണ് ഇവിടെ ഇങ്ങനെ വരച്ചേക്കുന്നത്. ഇതെന്നെ അമ്മ മരിച്ചതിന് വെട്ടിയൊന്നുമില്ല. നടന്ന അല്ല, അപ്പൊ സംഭവം ചോദിച്ചു, ഏതമ്മാവന്? അമ്മാവൻ. അല്ല, ഏതമ്മ? അമ്മാവെന്ന് പറഞ്ഞ അമ്മാവൻ. അങ്ങനൊന്നും ഇല്ല, ബന്ധത്തില്ല. പറ, കുഴപ്പമില്ല, പറ. ഏറ്റവും കൂടുതല് ഈ പ്രപ്പോസൽസ് പെൺകുട്ടികൾ മെസ്സേജ് ഒക്കെ നിങ്ങളുടെ ഗ്രൂപ്പിൽ ആരാണ്? ആ അഹങ്കാരം. അല്ല 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 കൊള്ളാം. സീരിയസ്ലി സ്വന്തമായിട്ട് പെങ്ങളുണ്ട്, അല്ലാതെ ഒരു 10-20 പെങ്ങന്മാരുണ്ട്. ഓൺലൈൻ ഇങ്ങനെ മെസ്സേജ് ചെയ്തോണ്ടിരിക്കും പെൺപിള്ളേര്. ഇല്ലില്ല, രാവിലെ തൊട്ട് രാത്രി വരെ 3 മണി വരെ. ഓരോരുത്തർക്കും ഓരോ ടൈമാ. അങ്ങനൊന്നുമില്ല, ചുമ്മാ അങ്ങനെയൊന്നും ഇല്ലാതെ അല്ല, കമ്മിറ്റഡ് എന്നല്ലേ പറഞ്ഞത്? Okay, അപ്പൊ അങ്ങനെയൊന്നും ഇല്ലാതെ നല്ലത്. ആ ഓക്കെ ഓക്കെ. നിങ്ങളുടെ ആക്ച്വലി നിങ്ങൾ ഇത്രയും നല്ല ബോണ്ട്, നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പിന്റെ സീക്രട്ട് എന്താ ചോദിച്ചത് എന്ത് പറയും? ഇങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കും. അത് പിന്നെ പ്രത്യേകിച്ച് ഒന്നും എടുത്തു പറയാൻ ഇല്ലാത്തോണ്ട് ഗേൾ ഫ്രണ്ട്സ് ആണോ ഫ്രണ്ട്സ് ആണോ നല്ലത്? പറയടാ. ഗേൾ ഫ്രണ്ട് എന്ന് പറയാം. ഗേൾ ഫ്രണ്ട് എന്ന് പറയാം. ഫ്രണ്ട്സ് എന്ന് ഇമാരെന്തായാലും ഇട്ടേച്ച് പോകത്തില്ലല്ലോ. ഏത് അത് പറയാനുണ്ട്. ആ ട്രസ്റ്റ് ഉണ്ടല്ലോ ഫ്രണ്ട്ഷിപ്പില്. ഇപ്പൊ ഗേൾ ഫ്രണ്ട്സിന്റെ അടുത്ത ട്രസ്റ്റ് ഇല്ല. ഇയാളെ ഡേറ്റ് ചെയ്യുന്ന ആ കുട്ടി അറിയുക, ട്രസ്റ്റ് ഇല്ല. സത്യം പറഞ്ഞ അത് ഭയങ്കര മോശമായിട്ടാണ്. അല്ല ഇമാര് പോത്തില്ലെന്നുള്ള ഒരു ഇതുണ്ടല്ലോ. ആ കുട്ടി പോവില്ല എന്നുള്ളൊരു ധൈര്യം ഇല്ല അല്ലെ? അല്ല നമുക്ക് അങ്ങനെ ആരും അങ്ങനെ പ്രത്യേകിച്ച് പെണ്ണുങ്ങളെ നമുക്ക് അങ്ങനെ വിശ്വസിക്കാൻ പറ്റത്തില്ലല്ലോ. ചെലവിന്റെ കാര്യത്തിൽ എന്നോടൊക്കെ ഇത് പറയണട്ടാ. ഞാൻ ആരാണ്? എന്നെ കണ്ട് നിനക്ക് എന്താ തോന്നണത്? ഞാനിപ്പോ എന്നാട്ടാ നിങ്ങളടക്കം ഈ ശരാശരി നാട്ടിലെ ആമ്പിള്ളേർ ഇങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞാൽ അവര് ഇവിടെ കൂട്ടത്തോടെ വരും വീട്ടിൽ ഇവിടെ. ഏകദേശം ഇങ്ങനെയൊക്കെ തന്നെ. അപ്പൊ ഇത്ര നേരം നമ്മൾ സംസാരിച്ചു, കളിച്ചു ചിരി സംസാരിച്ചു. ഇനി ഒരു സീരിയസ് ആയിട്ടുള്ള ടാസ്കിലേക്കാണ് ഞാൻ കിടക്കാൻ പോകുന്നത്. അപ്പം ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര നമ്മളൊന്ന് കളിക്കാൻ, ഇതുവരെ നമ്മൾ ആ ഒരു ഗെയിം കളിച്ചിട്ടില്ല. ഓക്കെ, ട്രൂത്ത് ഓർ ഡെയർ. എന്റെ ജീവിതത്തിൽ കണ്ടിട്ടേ ഇല്ല. അതിന്റെ സംഭവം എന്തുവാ? നമ്മള് ഗെയിം സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പൊ ആദ്യം ആര് കറക്കും? എന്തായാലും എനിക്ക് അവിടെ എത്തില്ല, ഒരാളെ അതിനോട് കറക്കണം. ആ നല്ലതായിട്ട് ശരാ ശരാ. എന്റെ നേരെയല്ലേ ഇരിക്കുന്നത്. ഷിയാസ് രാഹുല്. ആ അപ്പൊ ഷിയാസ് രാഹുലിന്റെ അടുത്ത് ട്രൂത്ത് ഓർ ഡെയർ ചോദിക്കണം. ട്രൂത്ത് ഓർ ഡെയർ. അണ്ണന്റെ കാമുകിയുടെ പേര് ഞാൻ വിളിക്കുന്ന പേര് പറയാൻ പറ്റത്തില്ല. അണ്ണന്റെ കാമുകിയുടെ പേര് പറയാൻ പാടുള്ളൂ. അത് എന്ത് വേണേലും പറയാം. കാമുകിയുടെ പേര് എഴുതിയ സൂസു. ഓക്കെ, അടുത്ത ആള് തിരികെ. അതോടെ കറക്കടിയായിരുന്നു. ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നു. അയ്യോ താണ്ട് അല്ല ചേച്ചി എടുത്താ. അതെ, അപ്പൊ രാഹുല് അവനെ കൂട്ടിക്കും. രാഹുൽ എന്റെ അടുത്ത് ചോദിക്കണം ട്രൂത്ത്. ഒറ്റയടി ചോദിക്കട്ടെ. എത്ര നേരം കൂട്ടിട്ടുണ്ടോ? എടാ കുറച്ച് മൈൻഡിലൊക്കെ ഉണ്ടോ? എനിക്ക് സത്യം പറഞ്ഞാ ടെൻഷൻ ആവുന്നുണ്ട്. ആ എത്ര ലൈൻ ഉണ്ടായിരുന്നു? എത്ര തേപ്പ് കിട്ടിയിട്ടുണ്ട്? എത്ര പേരെ തേച്ചിട്ടുണ്ട്? എത്ര പേര് ആക്ച്വലി ഞാൻ ആരും തേച്ചിട്ടില്ല. ഇല്ല. എനിക്ക് എന്റെ കറന്റ് റിലേഷൻഷിപ്പ് വെച്ച് വരെ 3 റിലേഷൻഷിപ്പ് ഉണ്ടായിട്ടുണ്ട്. അതായത് 2 പൊട്ടിയുണ്ട്. ഇപ്പം റിലേഷൻഷിപ്പിലാണ്. അതെല്ലാവർക്കും വെറുതെ ആക്കിയില്ലേ? അയ്യോ സിമ്പിൾ സോറി ബ്രോ. ഓക്കെ, കറങ്ങു. ഞാൻ രക്ഷപ്പെട്ടു. ഞാൻ കറക്കി തിരിച്ചു. ട്രൂത്ത് ഓർ ഡെയർ. ട്രൂത്ത്. നിനക്ക് കാമുകി ഉണ്ടായിരുന്നു ആദ്യത്തെ, അതിന്റെ പേരെന്തോ? പറ. രാധു. രാധു. രാധിക എന്നല്ലേ? പറഞ്ഞാ മതിയായിരുന്നു. പറഞ്ഞാ മതിയായിരുന്നു. അത് വെച്ചില്ല. ഓക്കെ, രാധിക. ഹോപ്പ് യു ആർ ഡൂയിങ് വെൽ. രക്ഷപ്പെട്ടു. ഓക്കെ, നെക്സ്റ്റ്. ഓക്കെ, ഷിയാസിനോട് അഖില് ചോദിച്ചോ? ട്രൂത്ത് ഓർ ഡെയർ? ഇതിനകത്ത് ആത്മാർത്ഥമായിട്ടുള്ള ഫ്രണ്ട് ഏതാ? ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട്
ഇതിനകത്തുള്ള ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് ആരാണ്? ഞാനാണല്ലേ. അവൻ, കാരണം ഞാൻ ആദ്യം പരിചയപ്പെട്ട അവനെയാ. ഈ കൂട്ടത്തിൽ ആദ്യം പരിചയപ്പെടുന്ന അവനെ. പറഞ്ഞു ഭയങ്കര ട്രൂത്തോടെയാണ് ഇവിടെ കളിക്കണത്. എനിക്ക് ഇഷ്ടപ്പെടണില്ല. നമുക്ക് ഇറങ്ങിക്കോ. അടുത്തത് ഡെയറാ. ഡെയർ എല്ലാവരെ കൊണ്ട് ഞാൻ പഴിയിടിപ്പിക്കും. ഡയർ ആ ഡെയർ, ഞാൻ വെറൈറ്റി ഒരു ഡെയർ പറയും. ആ ഫോണിന്റെ വാട്സപ്പ് എടുത്തിട്ട് ഒന്ന് ലോക്ക് അടിച്ചു. ഇതൊക്കെ സിമ്പിൾ. അയ്യോ 4 മണിക്ക് അത് ഓപ്പൺ ആക്കത്തുള്ളതാ വെളുപ്പാങ്കാലത്ത്. വെളുപ്പാങ്കാലത്ത് ഞാൻ സ്വിച്ച് ഓഫ് ആക്കി വെച്ചേക്കും, ഓപ്പൺ ആവത്തില്ലടാ. ഞാൻ അത് വേണ്ട. ക്രോമിലെ ലാസ്റ്റ് ബ്രൗസ് ചെയ്ത് രാവിലെ ടോർച്ച് സെറ്റ് വന്നേ. കണ്ടോ ഞാൻ ആരുണ്ട് എടാ അതല്ല, ആരെങ്കിലും കണ്ടുപിടി. രാവിലെ ടോർച്ച് സെറ്റ് ക്രോമിലെ ലാസ്റ്റ് സെർച്ച് അത് ക്രോമില്ല, ഹിസ്റ്ററി. ഐഫോണാ. ആ സോറി, സഫാരിയിലെ ഹിസ്റ്ററി. അയ്യോ ഇതെങ്ങനെ ഉപയോഗിക്കുന്നേ? അവൻ സഫാരി ഓപ്പൺ ഞാൻ എടുത്തിട്ടുള്ള അഡോബോരെ എഡിറ്റിംഗ് സഹായിക്കണം. കണ്ടു അതെ, ഇവിടെ നോക്കൂ, ഇവിടെ നോക്കിക്കോളൂ. പറ്റാത്ത എന്തെങ്കിലും ഉണ്ടോ? അതിനൊന്നുമില്ല. ക്ലിയർ ചെയ്യുന്നറിയാം ഇതിനകത്ത് പട്ടി പൂച്ചയുടെ ഒക്കെയാ. ആണല്ലേ. അപ്പൊ അവന്റെ പ്രായത്തിലുള്ള കുഴപ്പമില്ല. പട്ടി പൂച്ച വണ്ടി ഡൂക്കൊക്കെ നോക്കിയിട്ടുണ്ട്. KTM KTM ഒക്കെ എടുക്കാൻ പോവാണല്ലേ. ഓക്കെ, അപ്പൊ ഒരു ഡയർ കഴിഞ്ഞു. BMW BMW ഓഫ് റോഡ് i4. ഓക്കെ, ഇനി തിരികെ. ഇനി എല്ലാവരും ഡയറേ പറയാൻ പറ്റുള്ളൂ കേട്ടോ. എല്ലാവരും ട്രൂത്ത് കഴിഞ്ഞു. ഇവര് മാത്രം ട്രൂത്ത് ഉള്ളൂ ഇനി. ആ ലോങ് റിലേഷൻഷിപ്പ് ആരും പേര് പറയണം. പേര് പറയാൻ പറ്റത്തില്ല, എനിക്ക് പറയാൻ പറ്റത്തില്ല. ഏറ്റവും വലിയ ഡീപ് ഡാർക്ക് സീക്രട്ട് എന്താണ്? ഇതുവരെ ഒരാളും അറിഞ്ഞിട്ടില്ല ആ സീക്രട്ട്. അത് ആരോടും പറയാനും പറ്റത്തില്ല. അത് ട്രൂത്ത് ഓർ ഡെയർ. അപ്പൊ പറയണം ഡീപ് ഡാർക്ക് സീക്രട്ട്. അല്ലെങ്കിൽ റിഗ്രറ്റ് ചെയ്യുന്ന, അയ്യോ പശ്ചാത്തപിക്കുന്ന ഒരു കാര്യം എന്താണ്? ഇടയ്ക്ക് മൂകാംബിയിലൊക്കെ ഒന്ന് പോകും. സിനിമ കണ്ടിട്ടില്ലയോ? സിനിമ എന്തിനാ പോണേ? ഒരു 6 സ്റ്റോപ്പ് ഉണ്ട്. കൊല്ലം, എറണാകുളം, ആലപ്പുഴ. ഓക്കെ, ഇനി എല്ലാവരും ഡയർ പറഞ്ഞുതരാം. ഞാൻ ഡയർ എനിക്ക് വരട്ടെ കേട്ടോ. രാഹുലിന് ഒരു ഡയർ കൊടുക്കും. അല്ല ഞാൻ പറഞ്ഞുതരാം. നിന്റെ കൂട്ടുകാരൻ ശ്രീത്തിനെ വിളിച്ചിട്ടെ ഒരു 2000 രൂപ അയച്ചു തരാം. 2000 രൂപ ഗൂഗിൾ പേ. അതായത് കേട്ട വിശ്വസിക്കാത്ത നോണയും പറയണം. സ്റ്റേഷനിലോട്ടൊന്ന് വരാവോ? അപ്പൊ സ്റ്റേഷനിൽ വനിതാ കോൺസ്റ്റബിൾ കണ്ടാ ഞാന്. അല്ല ഞാൻ 2000 രൂപ അയച്ചു തരാം. മറ്റേ ബീപ് സൗണ്ട് എടുത്തില്ല, ബീപ് സൗണ്ട്. അതൊക്കെ ഇടും. അപ്പൊ കുഴപ്പമില്ല. വിളിക്കണോ? വിളിച്ചിട്ട് 2000 രൂപ കടം ചോദിക്കും. ഞാൻ വിളിക്കാം വേണമെങ്കിൽ. ഹലോ, ശ്രീജിത്ത് ആണോ? ആ ഓക്കെ, ഞാന് ഇവിടെ പോലീസ് സ്റ്റേഷനിൽ വിളിക്കാണ് നൂർനാട്. ഓക്കെ, രാഹുലിനെ നമ്മള് എന്താ പറയാ ഡ്രിങ്ക് ആൻഡ് ഡ്രൈവിന് പിടിച്ചിട്ടുണ്ട്. അപ്പൊ ഒരു 2000 രൂപയുടെ ആവശ്യമുണ്ട്. അപ്പൊ തന്നെ കോണ്ടാക്ട് ചെയ്യാനാണ് പറഞ്ഞത്. അതെ അതെ, ഞാൻ ആൾക്ക് കൊടുക്കണോ? ഹലോ ഹലോ, അത് ഞാൻ കൊടുക്കാം. പക്ഷെ എന്താ പ്രശ്നം എന്നറിയോ? താങ്കളുടെ കൂടെയാണ് ഉണ്ടായിരുന്നേന്നാണ് പറഞ്ഞത് നമ്മുടെ അടുത്ത്. അപ്പൊ അതാണ് താങ്കളെ വിളിച്ചത്. എടാ ചുമ്മാ ഒന്ന് പറ്റിക്കാൻ വേണ്ടി വിളിച്ചാടാ അത്. ആളെ കിടത്തരുത്, പോയി സ്പീക്കറിലെ ഫോൺ ആവശ്യമില്ലാത്തൊന്നും വിളിച്ചു പറയല്ലോ കേട്ടോ. വേറെ മനസ്സിലാവും. ശരിയാടാ, ഒത്തിരി വെക്കുന്നില്ല കേട്ടോ. ശരി ശരി. ബെസ്റ്റ് ഫ്രണ്ട് അവരൊന്നും ഒരേ ലെവലുണ്ട്. സംസാരിക്കണ. ഓക്കെ, ഫ്ലിപ്പ് വേഗം വേഗം. എന്റെ അമ്മേ, മേലേക്കൊക്കെ വരുമോ? ഇപ്പൊ നേരെ നോക്കി ഇങ്ങനെ ഇങ്ങനെയൊക്കെ ആക്കാം. ഷിയാസ് നമ്മുടെ അക്ഷയ്ക്ക് ഒരു ഡയറി കൊടുത്തു. അതല്ല ഒരെണ്ണം കഴിഞ്ഞു. ഡയറി കഴിഞ്ഞു. ഞാൻ അങ്ങോട്ട് കൊടുക്കാം. അതെ, പുള്ളിക്കാരന്റെ കൊച്ചിനെ വിളിച്ചിട്ട് മറ്റേ എന്തുവാ വേറെ എക്സ് ഉണ്ടായിരുന്നു, എക്സ് തിരിച്ചു വന്ന് ഇപ്പൊ എന്താ ചെയ്യണത്? ഹലോ, എവിടെ?
പിന്നെ എന്റെ മറ്റേ എക്സ് ഇല്ലയോ, അവള് തിരിച്ചു വന്നു. കൊറേ എക്സിനകത്ത് ഏതെങ്കിലും ഒരെണ്ണം തീരുമാനിച്ചെടുക്കടേ. അവളിപ്പോ ഇങ്ങനെ പറയുന്നു ഇപ്പോഴും ഇഷ്ടമാ അതാ ഇതാന്നൊക്കെ ഇങ്ങനെ പറയുന്നു. എന്നിട്ട് ഇപ്പൊ ഞാൻ എന്ത് ചെയ്യണ്ടേ? എനിക്ക് ചെറിയ ഫീലിങ്സ് തോന്നുന്നുണ്ട്. അവളിങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞപ്പോഴേ എന്റെ മൈൻഡ് പഴയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുമ്പം മൈൻഡ് മാറുന്നു. അങ്ങനെ ഇല്ല, എന്നാലും അവള് പറയുമ്പം എന്തോ പോലെ. ഇനിയിപ്പൊ എന്താ ചെയ്യുന്നേ? എന്താ ചെയ്യുന്നേ ഇപ്പം? എനിക്ക് ചെറിയ ഫീലിങ്സ് തോന്നുന്നു പറ. എനിക്ക് എന്തൊക്കെയോ ഫീലിങ്സ് തോന്നുന്നുണ്ട്. എന്തോ പൊട്ടല്ല പൊട്ടത്തി. ഉണ്ടാക്കുന്നേ പറയ്. നീ എന്ത് ചിരിക്കുന്നേ? എന്തുവാ? ഞാൻ ഇപ്പൊ നീ വിളിക്കണ്ടാവില്ല കുറച്ച് നേരത്തിന്. അവള് വിളിക്കണ്ട് കട്ടി. ഞാൻ എന്നാലേ അവളൊന്ന് വിളിച്ചു നോക്കട്ടെ, എന്നിട്ട് ഞാൻ വിളിക്കാം. ഓക്കെ ബൈ. ഞാൻ ചെലപ്പോ ബ്ലോക്ക് ചെയ്യും എന്നെ. ഞാൻ ചെലപ്പോ ബ്ലോക്ക് ചെയ്യും അന്നെ. കൊഴപ്പൊന്നുമില്ലല്ലോ? കൊഴപ്പൊന്നുമില്ലല്ലോ? എന്താ പ്രശ്നമൊന്നുമില്ല. അവളിങ്ങനെയൊക്കെ ഓരോന്ന് പറയുമ്പോ എനിക്ക് എന്തോ പോലെ പഴയതൊക്കെ ഇങ്ങനെ ഓർത്തോർത്തു വരുന്നു. വിളിച്ച് ഓർമ്മിപ്പിക്കുമ്പോ ഓർക്കാതിരിക്കാൻ പറ്റുമോ? അത് എന്നെ വിളിക്കാൻ തോന്നിട്ട്, എന്നോട് ഇഷ്ടം തോന്നിട്ട്. ഞാൻ മ്യൂട്ട് ഒന്നും ആക്കിയല്ല. എടീ വേറൊരു സീനെന്ന് വെച്ചാലേ സത്യം പറഞ്ഞ നിന്നെക്കാളും ലുക്കും അവളാ. എന്താക്കുന്നേ? ഓക്കെ. കൊടുക്കാന്ന് ഫോൺ കൊടുക്കാന്ന് കൊടുത്ത് എക്സാം പറഞ്ഞിട്ട് ഫോൺ കൊടുക്കുക. എടുക്കത്തില്ല. എടുക്കും. ഹലോ ഹലോ. അതെ, നമ്മള് ഇന്റർവ്യൂവിന്റെ ഇടയിൽ ഒരു പ്രാങ്ക് കോൾ ചെയ്തതാട്ടോ. അപ്പൊ ഓക്കെ ബൈ. ഇപ്പൊ ഒന്നും പറയേണ്ടത് എന്താ? കൊഴപ്പില്ല. കേട്ടില്ല. കുടുംബത്തിലെങ്കിലോ കുഴപ്പമൊന്നുമില്ലല്ലോ. ഓക്കെ കഴിഞ്ഞാ മതിയോ? അപ്പൊ ഇതോടുകൂടെ ഞാൻ നിർത്തുകയാണ്. കഴിഞ്ഞോ? അതാണ് നല്ലതെന്ന് എനിക്ക് തോന്നുന്നത്. എന്റെ അവസാനം ഇന്റർവ്യൂവിന്റെ അവസാനം ഒരുമിച്ചായിരുന്നല്ലോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പം കൂടുതലും കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യണം, നമുക്ക് ആക്ച്വലി പൈസ ജനറേറ്റ് ആവുന്നുണ്ട്. പക്ഷെ ഈ ഒരു അറിവ് കുറച്ചുകൂടെ ആൾക്കാർക്ക് ഇല്ല. അതെ, ഇപ്പൊ പറഞ്ഞില്ലേ, ഇപ്പൊ നമ്മളൊരു സ്ഥലത്ത് നമുക്ക് ഇഷ്ടമുള്ള ഒരാളെ പെണ്ണ് വെക്കാൻ പോയാൽ പോലും അവര് പറയും നിങ്ങൾക്ക് ആ ജോലിയിലല്ല. ഇപ്പോൾ ആ ഒരു സ്റ്റിഗ്മ, ആ ഒരു സാധനം ഇല്ലേ? ഇഷ്ടം പോലെ ഉണ്ട്. ഞങ്ങളുടെ ഞാൻ ഇതിനകത്ത് 3 വർഷമായിട്ടുണ്ട്. അതിനകത്ത് അത്യാവശ്യം നല്ല ഇൻകം കിട്ടുന്നുണ്ട്. ഞങ്ങൾ ഇതിന്റെ അടുത്തൊരു മീൻ തരുന്ന ചേട്ടൻ ചോദിച്ചു, അച്ഛന്റെ കൂടെ ഞാൻ ഇങ്ങനെ വണ്ടി ഇറങ്ങി വീട്ടിലോട്ട് ചെല്ലുക. അപ്പം അച്ഛൻ ഇപ്പൊ പണിക്കൊന്നും പോകുന്നില്ല. പുള്ളി പറയുവാണ്, മോനെ പണിക്കിട്ടൊന്ന് കൊണ്ടുപോയി കൂടായോ എന്ന് പറയാം അവര്. അതല്ലേ? അപ്പം ചില ഞാൻ നിന്റെ അതൊക്കെ ചെയ്യുന്നതുകൊണ്ട് ഞാൻ ചേച്ചൊന്നും പൈസ ഒന്നും കിട്ടത്തില്ല. ഒരു വീട് ഫുള്ള് നോക്കുന്നത് നമ്മളാണ്. പിന്നെ പല പല കാര്യം ഇതുകൊണ്ട് വലിയ വലിയ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അതായത് വീഡിയോ എടുക്കുന്ന പൈസ കൊണ്ട് ആക്ച്വലി നമുക്ക് എല്ലാ പരിപാടിയും വലിയ വലിയ കാര്യങ്ങൾ ചെയ്തു. കിട്ടുന്നതിന്റെ ഒരു 80% ഫുഡ് കഴിച്ച് തീർക്കുക. എന്നിട്ട് ആ വീട്ടിലേക്ക് കൊടുക്കണില്ലേ? അതല്ല, ആ ഫുഡ് കഴിക്കുന്നതിന് ഒരു പ്രത്യേകത ഉണ്ട്. എന്ന് വെച്ചാൽ പന്തായം വെച്ചിട്ടാ ഇവൻ ഇത്ര കിലോ ഒരു മാസത്തിൽ കുറയ്ക്കാന്ന് പറയും. 5000 രൂപ ഫുഡിന് എന്ന് വെച്ചാൽ പന്തായം. ഇപ്പൊ 70 കിലോ ഉണ്ടെങ്കിൽ അടുത്ത മാസം ഞാൻ 65 കിലോ ആക്കുമെന്ന് പറയും. ആക്കിയില്ലെങ്കിൽ നിങ്ങൾക്ക് 5000 രൂപയുടെ ഫുഡ്. അങ്ങനെ എത്ര 1000 രൂപയുടെ ഫുഡ് കുറയ്ക്കാൻ
അമ്മ നിന്നിട്ട് അങ്ങനെയാണ് കുറയാൻ പോകുന്നത്. അതിനകത്ത് പറഞ്ഞ ആരാ ഇപ്പൊ മണ്ടൻ. ഇപ്പം നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ നാട്ടുകാരുടെ കയ്യിൽ നിന്ന് കേൾക്കേണ്ടി വന്ന ഒരു കമന്റ് എന്താണ്? നല്ല പണിക്കും പോക്കൂടെ. അതിപ്പോഴും വരുന്നു. അതെന്തോന്ന് എനിക്കറിയില്ല. ആരാ ഈ മെസ്സേജ് അയക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. നല്ല പണിക്ക് ഇത് വെച്ചോണ്ട് വലിയ ഇത് ഓരോന്നൊക്കെ മേടിച്ചതിന്റെയും ഇത് ചെയ്തതിന്റെ എല്ലാം ഫോട്ടോ ഒക്കെ ഇത് ഇന്ന് കിട്ടിയതൊക്കെ പറഞ്ഞോണ്ട് താഴെ വേറെ പണിക്ക് പോകും. നിങ്ങൾക്ക് പണിക്ക് അതൊരു പണിയില്ലാത്തോണ്ട് അവര് മെസ്സേജ് അവര് സൈക്കിളിന്റെ പറയുന്നുണ്ടോ സെറ്റ് ഫിറ്റ് ഉണ്ടാക്കേണ്ടത്. അല്ല എന്താ പറയാറ് കമന്റ് ബോക്സിലെ ആൾക്കാര്? ഞാൻ കമന്റ് നോക്കാറില്ല. വെരി ഗുഡ്. സമയമില്ല, പഠിക്കണമല്ലോ. വീട്ടില് പറയാറുണ്ടോ മോനെ അങ്ങനെ വീഡിയോ എടുത്തൊന്നും കളിച്ച് നടക്കരുതെന്ന്? ഒരിക്കലും സപ്പോർട്ടാണല്ലേ? കൈ ഒഴുകിയതാ. കൈ ഒഴുകിയതാ. പുള്ളി എന്തെങ്കിലുമൊക്കെ പറയട്ടെ. നമുക്ക് വന്നു. ആയി വരുന്നു. ആണല്ലേ? ഇത് ഇവരെ എനിക്കൊരു പണി തന്നോട്ടെ, അല്ലെങ്കിൽ അത് ഭയങ്കര ഫെയർ ആവില്ല. അല്ലെങ്കിൽ ആൾക്കാരെ അടിക്കുമ്പോ ഞാൻ മാത്രം പണി കൊടുത്തു. എന്നാലേ ആ മുഖം ഒന്ന് കഴുകിട്ടോ. മൊത്തമൊക്കെ കഴുകിട്ടൊക്കെ വരാം. എനിക്ക് ഇതായോ ടിഷ്യൂ താ. ടിഷ്യൂ ചേട്ടാ വണ്ടിക്ക് ടിഷ്യൂ ഉണ്ടോ? ഓക്കെ ഞാൻ വൈൻഡപ്പ് ചെയ്യാനായിട്ട് വേണ്ട വേണ്ട. എന്നാ പിന്നെ അന്നാ നോക്കിയിട്ട് കുറച്ച് കള്ളങ്ങൾ പറ. ആരെ നോക്കണ്ട ഞാന്? ഒരു 5 കള്ളം. 5 5 ആള്. ആരെ പറ്റിട്ട് പറയണം? പുള്ളിയെ പറ്റി. പുള്ളിയുടെ എന്തും പറ, എന്തും പറ. സൗന്ദര്യത്തെ അല്ല പുള്ളി ഒന്ന് വർണ്ണിക്ക് 5 കള്ളത്തരങ്ങള്. ഓക്കെ. അപ്പം കേക്കട്ടെ. ആക്ച്വലി ഞാൻ ഇവിടെ ആദ്യം വന്നിട്ട് ഞാൻ ശ്രദ്ധിച്ചത് രാഹുലിനെയാണ്. കള്ളത്തരം അതായത് എനിക്ക് പെട്ടെന്ന് ഞാന് ഭയങ്കര ഡിഫറെന്റ് ആയിട്ട് രാഹുലിനെ അട്രാക്ട് ആയത് ആ വെട്ടാണ് അവിടെ തലയില്. അതെ. പിന്നെ ആ ചെയ്യനും പിന്നെ എന്ത് പറഞ്ഞാലും ഭയങ്കര നിഷ്കളങ്കനായ ഒരു ചിരിയും അതുപോലെ തന്നെ ഭയങ്കര ജെന്വൻ ആയിട്ടുള്ള ഒരാളാണെന്ന് എനിക്ക് തോന്നി. പിന്നെ ഇങ്ങോട്ടൊരു കള്ളേ പറയില്ല അല്ലേ? അതെ, അത്ര ജീവിതാനുഭവങ്ങളില്ല. പിന്നെ എനിക്ക് കണ്ടപ്പോ തന്നെ എനിക്ക് സത്യം പറഞ്ഞ ഒരു 25 ാണ് എനിക്ക് തോന്നിയത്. അങ്ങ് സുഖിച്ച്. ഓക്കെ. എനിവേ താങ്ക് യു സോ മച്ച്. ഞാൻ നല്ല എൻജോയ് ചെയ്തു, അടിച്ചു പൊളിച്ചു. നിങ്ങൾക്ക് എങ്ങനെയായിരുന്നു? ഞങ്ങൾ അടിച്ചു പിടിച്ചു. അല്ലെ നിങ്ങൾക്ക് എന്താ പറഞ്ഞ ഇന്റർവ്യൂവിന് ആദ്യം ഒരു പേടിയുണ്ടെന്ന്. കാരണം ആദ്യമായിട്ട് ഇന്റർവ്യൂ കൊടുക്കണേ. കൊടുത്തിട്ടില്ല, അതുകൊണ്ട്. ഇപ്പൊ അധികം പ്രശ്നമൊന്നും ഉണ്ടായില്ലല്ലോ. ഓക്കെ. അപ്പൊ നമ്മൾ എല്ലാവരും കൂടെ ഒരു വൈൻഡപ്പ് പറയാണ്. അപ്പൊ നമ്മളെന്താ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ക്യാമറ അവിടെ. DG ഫ്രഷ്മാറ്റിക് ലിക്വിഡ് ഡിറ്റർജന്റ് ഒരൊറ്റ കപ്പിൽ അഴുക്കിനെ അലിയിച്ച് കളയുന്ന DJ യുവർ 1 കപ്പ് മാജിക്. അതിഥി വന്നാൽ പിന്നെ എല്ലാം സ്പെഷ്യലാണ്. തിരഞ്ഞെടുക്കൂ അതിഥി മാർവൽ കേക്കുകളും റസ്കുകളും.